friends, welcome to Ladies House. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്, ഷാഹി തുക്രെ. അപ്പോൾ നമുക്ക് ബ്രെഡും പാലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊരു ട്രയാങ്കിൾ പീസസായി കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1.5 കപ്പ് പാല് നമുക്ക് വേണം. അപ്പോൾ അത് ഞാനൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, 2 ടേബിൾ സ്പൂണോളം ക്രീം ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ഒരു പിഞ്ച് സാഫ്രോൺ, പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് പിസ്ത. അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടി നമുക്ക് വേണം. അടുത്തായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വെള്ളമാണ്. നമുക്കിനി ഈ 1 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് തന്നെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ട് ഷുഗറൊക്കെ ഇതിനകത്ത് അലിഞ്ഞിട്ട് നമുക്കിതൊരു സിറപ്പ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കപ്പൊടിയിൽ നിന്നും കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഇതൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്കിതൊരു സിറപ്പ് രൂപത്തിലായിട്ട് കിട്ടണം. നമ്മൾ ബ്രെഡ് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളതാണ് ഈ ഒരു സിറപ്പ്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിതിനി മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തിളപ്പിക്കാനായിട്ട് പാല് വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 കപ്പ് പാലാണ് നമ്മൾ നേരത്തെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നേരത്തെ ഷുഗർ സിറപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സാഫ്രോൺ, ഒരു പിഞ്ചോളം സാഫ്രോൺ ഇട്ട് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സാഫ്രോൺ ഇടുമ്പോൾ ഈ ഒരു ഡിഷിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാഫ്രോൺ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിനി നന്നായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണം. കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് കുറുക്കി വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ. പാല് ഒന്ന് തിക്കാവുന്ന വരെ നമ്മളിത് കുറുക്കി എടുക്കണം. പാല് നന്നായി തിളച്ചൊന്ന് വറ്റി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ 2 ടേബിൾ സ്പൂൺ ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് 2 ടേബിൾ സ്പൂൺ ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്കിതിനി എടുത്തു മാറ്റാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡ്സും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ബ്രെഡ്സും ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
നമുക്കിനി ഇതൊന്ന് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബ്രെഡ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ സെർവ് ചെയ്യേണ്ട പ്ലേറ്റിലേക്ക് നമുക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഒരു പുഡിംഗ് ട്രേയോ എന്തെങ്കിലും ഒരു ട്രേ എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ ബ്രെഡും നമ്മൾ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്യുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതേ രീതിയിലാണ് ഞാനൊന്ന് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. സെർവ് ചെയ്യുന്നത് നിങ്ങൾ ഏത് രീതിയിലാണോ അതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേ ഒരു രീതിയിൽ എല്ലാം ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിന് മേലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മലായി ഉണ്ടല്ലോ, പാല് കട്ടിയാക്കിയിട്ടുള്ളത്. ഒരുപാട് അങ്ങ് ഞാൻ കട്ടിയാക്കിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി ഒരുപാട് കട്ടിയാക്കണമെന്നുണ്ടെങ്കിൽ കട്ടിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് കട്ടിയാക്കിയിട്ടില്ല, ഈ ഒരു പരുവത്തിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു മലായി നമുക്കിതിന് മേലേക്ക് ബ്രെഡിൻ്റെ മേലേക്കായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ നമ്മുടെ മലായി ഇവിടെ മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പിസ്ത ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആ പിസ്തയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷാഹി തുക്ര എന്ന് പറയുന്ന ഒരു ബ്രെഡിൻ്റെ സ്വീറ്റ് റെസിപ്പി. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് ചേരുവകളും ആവശ്യമുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഷാഹി തുക്ര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.